ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഇപ്പോൾ ആ ചെറി തിന്നിരിക്കുന്നത് ശ്യാമയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ശ്യാമ ആ ചെറി കഴിച്ചിരിക്കുന്നത്. സ്നേഹത്തോടെയാണ് മക്കൾ അത് ശ്യാമയ്ക്ക് കൊടുത്തത്. ഇപ്പോൾ ശ്യാമ സ്റ്റെപ്പിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീഴുന്നു. ഒരു മയക്കത്തിലാണ് ശ്യാമ. ശ്യാമ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വന്ന് താഴേക്ക് വന്ന് വീഴുകയാണ്. ശ്യാമ എന്ന് പറഞ്ഞ് എല്ലാവരും ശ്യാമയുടെ അടുത്തേക്ക് പോകുന്നു. എല്ലാവരും ശ്യാമ ഇങ്ങനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും വല്ലാത്ത രീതിയിൽ പേടിച്ചു പോയിരിക്കുന്നു. വീഴ്ചയിൽ ശ്യാമയുടെ നെറ്റിയുടെ ഭാഗം പൊട്ടിയിരിക്കുന്നു. ബോധം പോയിരിക്കുന്നല്ലോ, ദേ ചോര എന്നൊക്കെ രോഹിത് പറയുന്നു. പെട്ടെന്ന് കാർത്തിക ആ സംഭവം ഓർക്കുകയാണ്. അപ്പോൾ ശ്യാമയാണോ ആ ടാബ്ലറ്റ് കഴിച്ചത് എന്ന് കാർത്തിക ഓർക്കുന്നു. എല്ലാവരും അവിടേക്ക് ഓടി വന്നു. പൊന്നി വെള്ളവുമായി അവിടേക്ക് വന്നെങ്കിലും സത്യഭാമ അത് ശ്യാമയുടെ മുഖത്ത് തളിച്ചെങ്കിലും ശ്യാമയ്ക്ക് ബോധം വന്നിട്ടില്ല. നമുക്ക് സമയം കളയാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് വിഷ്ണു പറയുന്നു. വിഷ്ണുവിനാണെങ്കിൽ കാലിന് ഒട്ടും വയ്യ. എങ്കിലും വിഷ്ണു ഇങ്ങനെ ഉമ്മറ വരെ വന്ന് നോക്കുന്നുണ്ട്. വിഷ്ണുവിനാണെങ്കിൽ കൂടെ പോകാനും സാധിക്കുന്നില്ല. ഭാമയും രോഹിതും കൂടെയാണ് പോകുന്നത്. നീ എങ്ങോട്ടാടാ വയ്യാത്ത കാലം കൊണ്ട് എന്ന് രാഘവൻ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു, ഞാനും കൂടി ഹോസ്പിറ്റലിലേക്കൊന്ന് പോകാമെന്ന് വിചാരിക്കുന്നു. വേണ്ട, രോഹിത് ഉണ്ടല്ലോ, നിന്നോട് റെസ്റ്റ് എടുക്കാനല്ലേ ഡോക്ടർ പറഞ്ഞത് എന്ന് രാഘവൻ പറയുന്നുണ്ട്. വല്ലാണ്ട് പേടിച്ചിരിക്കുകയാണ് എല്ലാവരും. മോളെ ശ്യാമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭാമ ശ്യാമയെ വിളിക്കുന്നുണ്ടെങ്കിലും ബോധം വന്നിട്ടില്ല ശ്യാമയ്ക്ക്. എല്ലാവരും ഇപ്പോൾ അകത്തേക്ക് പോകുമ്പോൾ കാർത്തിക വല്ലാത്ത ഭയത്തോടെ ഉമ്മറത്ത് തന്നെ നിൽക്കുന്നു. വളരെ സ്പീഡിൽ വണ്ടിയെടുത്ത് പോയിരിക്കുകയാണ് രോഹിത്. ശ്യാമയുടെ നെറ്റിയിൽ നിന്നും ബ്ലഡ് ഇങ്ങനെ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ശ്യാമ എന്ന് പറഞ്ഞ് ഭാമ വിളിക്കുന്നുണ്ടെങ്കിലും ശ്യാമ കണ്ണ് തുറക്കുന്നില്ല. വിഷ്ണു ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉമ്മറത്തേക്ക് വന്ന് വഴിയിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. പിള്ളച്ചേട്ടൻ അവിടേക്ക് വരുന്നു. വിഷ്ണുവിന് ഒരു സമാധാനമില്ല. എന്ത് പറ്റി കുഞ്ഞെ, മുടന്നിയാണല്ലോ നടക്കുന്നത് എന്നെ പിള്ളച്ചേട്ടൻ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു, വെറുതെ ഒന്ന് മുടന്നി നടന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കിയതാണ്. ആ കാലിലേക്ക് നോക്കിയിട്ട് പിള്ളച്ചേട്ടൻ പറയുന്നു, അയ്യോ കാലിൽ എന്താ ബാൻഡേജ് ഒക്കെ ആയിട്ട്? ഒരു രസത്തിന് കെട്ടിയതാണ് എൻ്റെ പിള്ളച്ചേട്ട, ഒന്ന് അകത്തേക്ക് പോവോ, വിശേഷം അകത്തുള്ളവർ പറഞ്ഞു തരുമെന്ന് പിള്ളച്ചേട്ടനോട് വിഷ്ണു പറയുന്നു. ഇതെന്താ കുഞ്ഞിങ്ങനെയൊക്കെ, ഞാൻ കാര്യം അറിയാൻ എന്നൊക്കെ പിള്ളച്ചേട്ടൻ പറയുമ്പോൾ ദേഷ്യത്തോടെ പറയുകയാണ് വിഷ്ണു. പിള്ളച്ചേട്ടാ പ്ലീസ്. കാർത്തികയെ കണ്ടിട്ട് പിള്ളച്ചേട്ടൻ ഒന്നും ചോദിക്കാതെ അകത്തേക്ക് പോകുന്നു. ഈ സമയം ഡോക്ടർ ശ്യാമയെ പരിശോധിക്കുന്നുണ്ട്. നെറ്റിയിലാണെങ്കിൽ ഡ്രസ്സൊക്കെ ചെയ്തിരിക്കുന്നു. വളരെ ടെൻഷനോടെ പുറത്ത് നിൽക്കുകയാണ് രോഹിതും സത്യഭാമയും ഒക്കെ. ശ്യാമയും ശാലിനിയും ഒക്കെ അറിയാവുന്ന ആ പഴയ ഡോക്ടർ തന്നെയാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. ശ്യാമയെ കണ്ടപാടെ ഡോക്ടർ ചോദിക്കുന്നു, ശ്യാമയോ എന്ന്. ഡോക്ടറിനെ ശ്യാമയെ അറിയാമോ എന്ന് സിസ്റ്റർ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ആ പഴയ കാര്യം ഓർക്കുകയാണ് ആ ഡോക്ടർ. അറിയാം, നന്നായിട്ട് അറിയാമെന്ന് ഡോക്ടർ സിസ്റ്ററിനോട് പറയുന്നുണ്ട്. എന്താണ് ഈ കുട്ടിക്ക് എന്ന് ഡോക്ടർ പറയുമ്പോൾ സിസ്റ്റർ പറയുന്നു, സ്റ്റെപ്പിന്ന് തലകറങ്ങി വീണെന്നാ പറഞ്ഞത്. പക്ഷേ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ വേറൊരു കാര്യമാണ് പറഞ്ഞത്. മാരകമായ ഒരു വിഷാംശം കുട്ടിയുടെ ഉള്ളിൽ കടന്നു എന്ന്. അതിന്റെ ഭാഗമായിട്ടാണ് തലകറങ്ങി വീണത്. ആന്റിഡോസ് കുത്തി വെച്ചിട്ടുണ്ട്. ഭാഗ്യത്തിന് അതിവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. വീഴ്ചയിലുണ്ട ആഘാതം എത്രമാത്രം ഉണ്ടെന്ന് അറിയില്ല. അത് പരിശോധിക്കാനാണ് ഡോക്ടർ റെഫർ ചെയ്തത്. പിന്നെ പോലീസിൽ അറിയിക്കുന്നതിനെ കുറിച്ചും ആലോചിക്കണം. ഡോക്ടറാണല്ലോ സീനിയർ എന്നൊക്കെ സിസ്റ്റർ പറയുന്നുണ്ട്. ശാലിനി മടങ്ങിയെത്തിയോ? ഇനിയിപ്പം കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടായിട്ട് ശ്യാമ എനിക്കിങ്ങനെ സംശയത്തോടെ ഡോക്ടർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പോലീസിനെ അറിയിക്കണമെന്ന് സിസ്റ്റർ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എന്തെങ്കിലും അറിയിക്കണമെങ്കിൽ ഞാൻ ചെയ്തോളാം. പിന്നെ ഡോക്ടർ ഇപ്പോൾ ശ്യാമയെ പരിശോധിക്കുന്നു. രോഹിതിനോട് ഭാമ പറയുന്നു, മോനെ എടാ ഒന്നും സംഭവിക്കില്ല, ഞാനാ പറയുന്നത്. ഡോക്ടർ ശ്യാമയുടെ ബിപിയും ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതേ സമയം രോഹിത് ശാലിനിയെ വിളിക്കുന്നു ഭാമയുടെ മുന്നിൽ വെച്ച്. എന്നാൽ വിളിക്കുന്നത് ശാലിനിയാണെന്ന് ഭാമ അറിയുന്നില്ലായിരുന്നു. ശാലിനി എന്ന് രോഹിത് വിളിച്ചപ്പോഴാണ് ഭാമയ്ക്ക് ആളാരാണെന്ന് മനസ്സിലാകുന്നത്. ശാലിനി എന്ന് വിളിച്ച് സംസാരിക്കുന്നു. ശാലിനി ഒരു വാർത്ത അറിയിക്കാനാണ് വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് രോഹിത് അവിടെ ഉണ്ടായ കാര്യങ്ങൾ എല്ലാം ഇപ്പോൾ ശാലിനിയോട് പറഞ്ഞു. ഇത് കേട്ട് ഞെട്ടലോടെ എണീക്കുകയാണ് ശാലിനി. ഫോൺ വെച്ചതിന് ശേഷം രോഹിത് ഭാമയെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഭാമ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ശാലിനി ശാരദാമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു. എൻ്റെ ദേവി, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ശാരദാമ്മ പറയുന്നു. അമ്മ പേടിക്കാതെ, ഞാൻ കാറുമായിട്ട് അവിടേക്ക് വരാം. പെട്ടെന്ന് ഒരുങ്ങി നിൽക്കാൻ ശാരദാമ്മയോട് ശാലിനി പറയുന്നു. ഈശ്വര ഒന്നും ഉണ്ടാവല്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ച് അകത്തേക്ക് പോവുകയാണ് ശാരദാമ്മ. ഈ സമയം ആ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഡോക്ടർ ശ്യാമയുടെ ആ റിപ്പോർട്ട് പരിശോധിക്കുന്നുണ്ട്. ശാലിനിയും ശാരദാമ്മയും ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വിഷ്ണു ആണെങ്കിൽ എന്താ സംഭവിച്ചത്, എന്താ ഉണ്ടായത് എന്നൊന്നും അറിയാതെ വളരെ ടെൻഷനോടെ ഇരിക്കുകയാണ് വിഷ്ണുവും രാഘവനും ഒക്കെ. തൊട്ടരികിൽ കാർത്തികയും. വിഷ്ണു ഇപ്പോൾ രോഹിതിനെ വിളിച്ചു. എന്താ എന്ന് ചോദിക്കുന്നു. ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് രോഹിത് പറയുന്നു. ഇതുവരെ ഒന്നും പറഞ്ഞില്ല എന്ന് രോഹിത് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് വിഷ്ണു ഫോൺ വെച്ചു. ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു കാർത്തിക. എല്ലാവർക്കും വീണ്ടും ടെൻഷൻ ആവുകയാണ്.
ഇത് ശ്യാമയാണ് കഴിച്ചതെങ്കിൽ ആപത്തൊന്നും വരുത്തരുതേ ഭഗവാനെ എന്നൊക്കെ കാർത്തിക പ്രാർത്ഥിക്കുന്നുണ്ട്. ശ്യാമ ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയാണ്. ശാലിയും ശാരദാമ്മയും ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നു. രോഹിത്തെ ശ്യാമ എന്ന് ടെൻഷനോടെ ശാലി ചോദിക്കുമ്പോൾ അകത്ത് ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് രോഹിത്. ഇതിപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് ശാലി ചോദിക്കുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട്, ഫോൺ വിളിച്ച് പറഞ്ഞതല്ലേ, പിന്നെന്താ ചോദിക്കുന്നത്? ഞാൻ എന്തെങ്കിലും ചെയ്തതാണോ എന്നറിയാനായിരിക്കും. ഞാൻ അവളെ സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ടിട്ടില്ല. മനസ്സിൽ എന്തെങ്കിലും വെച്ച് അങ്ങനെ ചെയ്യാമായിരുന്നെങ്കിൽ എനിക്കിത് മുന്നേ ആകാമായിരുന്നു. ഇപ്പോഴേ അവളുടെ പൊടി പോലും കാണില്ലായിരുന്നു എന്ന് ഭാമ പറയുമ്പോൾ ശാലി പറയുന്നു, സത്യാമ്മയെ ഞാൻ പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ എന്നൊക്കെ പുച്ഛത്തോടെ ഭാമ. മോനെ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ശാരദാമ്മ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വാക്ക് ഡോക്ടറിന്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടി മുപ്പോടി ദൈവങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ശാരദാമ്മയെ ഞാനിവിടെ ഇരിക്കുന്നത്. ശ്യാമ നിങ്ങളുടെ മോള് തന്നല്ല, അവൾ എൻ്റെ മകള് തന്നെയാ. അനുസരണയുള്ള മരുമക്കൾ എനിക്ക് അങ്ങനെ തന്നെയാണെന്ന് ഭാമ അവരോട് പറയുന്നു. ഇപ്പോൾ കാർത്തികയും എന്നും പറയുന്നു. ഈ ഒരു സന്ദർഭത്തിലും ഭാമയ്ക്കാണെങ്കിൽ ദേഷ്യവും പകയും വാശിയും ഒക്കെയാണ് മുഖ്യം. ഇപ്പോൾ ശ്യാമയ്ക്ക് പതിയെ ബോധം വന്നിരിക്കുകയാണ്. പതിയെ കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുന്നു, കൈകളൊക്കെ അനക്കുന്നുണ്ട്. മുന്നിൽ നിൽക്കുന്ന ഡോക്ടറെയും കാണുന്നു. ഡോക്ടർ പുഞ്ചിരിയോടെ നോക്കുകയാണ് ശ്യാമയെ. ഡോക്ടർ എനിക്ക് എന്താ പറ്റിയെന്ന് ശ്യാമ ചോദിക്കുന്നു. തലചുറ്റലുണ്ടായി, സ്റ്റെയറിന് താഴെ വീണു, നെറ്റിക്ക് ചെറിയ പൊട്ടലുണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഡോക്ടർ എനിക്കൊന്ന് എഴുന്നേറ്റിരിക്കാമോ എന്ന് ശ്യാമ പറയുന്നു. അതിനെന്താ എന്ന് പറഞ്ഞ് ഡോക്ടർ ഇപ്പോൾ ശ്യാമ എഴുന്നേറ്റിരുത്തുന്നു. സ്കാനിങ് റിപ്പോർട്ടിൽ കാര്യമായ കുഴപ്പമില്ല, മൈനർ ഇഞ്ചുറിയേ ഉള്ളൂ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. ഒരല്പസമയം പുറത്തേക്ക് നിൽക്കാൻ അവിടെയുള്ള സിസ്റ്റർമാരോട് പറയുകയാണ് ഡോക്ടർ. എല്ലാവരെയും പുറത്താക്കിയതിനു ശേഷം ശ്യാമയോട് പറയുകയാണ് ഡോക്ടർ, എന്തിനാ നീ ഇത് ചെയ്തത്? നീ തന്നെ സ്റ്റെയറിൽ നിന്ന് വീണതല്ല, നിന്റെ ഉള്ളിൽ മാരകമായ വിഷം ഉണ്ടായിരുന്നു. ഇടുക്കായിട്ട് ഞെട്ടിയിരിക്കുകയാണ് ശ്യാമ. വിഷമോ എന്ന് ചോദിക്കുന്നു. അതേ, നീ സ്വയം കഴിച്ചതല്ല എന്നാണോ നീ പറയുന്നത് എന്ന് ഡോക്ടർ പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ഡോക്ടർ ഞാൻ സ്വയം കഴിച്ചതല്ല, ആൻറ്റിഡോസ് കുത്തിവെച്ചോണ്ടാണ് നീ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. നീ സ്വയം കഴിച്ചതല്ലെങ്കിൽ മറ്റാരോ ഭക്ഷണത്തിൽ ചേർത്ത് നിനക്ക് വിഷം തന്നതാണെന്നും മറ്റാരും കഴിക്കാത്ത എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് നീ കഴിച്ചോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. ഇന്ന് വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമായിരുന്നു, അതും കുട്ടികളുടെ ബർത്ത്ഡേ എന്ന് ശ്യാമ പറയുമ്പോൾ കുട്ടികളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എന്നിങ്ങനെ സംശയത്തോടെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. ഡോക്ടർ ഉദ്ദേശിച്ചത് തന്നെ എൻ്റെയും കുഞ്ഞേച്ചിയുടെയും കുട്ടികളെന്ന് ശ്യാമ പറഞ്ഞു. രണ്ടാളുടെയും ബർത്ത്ഡേ ഒരേ ദിവസമാണല്ലോ, കുഞ്ഞേച്ചി അടക്കം എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിലെന്ന് ശ്യാമ. അപ്പോൾ കാര്യങ്ങളെല്ലാം ശുഭമായി പര്യവസാനിച്ചു അല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. വിഷ്ണു ശാലിനിയും ഒന്നിച്ച് ജീവിതം തുടങ്ങിയല്ലേ എന്ന് ഡോക്ടർ സന്തോഷത്തോടെ ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു, അങ്ങനെയാണെങ്കിൽ എത്ര നന്നായേനെയായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. വിഷ്ണു ഏട്ടൻ വേറെ വിവാഹം കഴിച്ചു എന്ന് ശ്യാമ പറയുമ്പോൾ ഞെട്ടലോടെയാണ് ഡോക്ടർ അത് കേട്ട് നിൽക്കുന്നത്. വിഷ്ണു വേറെ വിവാഹം കഴിച്ചെന്നോ എന്ന് എടുത്ത് ചോദിക്കുന്നു. പരസ്പരം പ്രാണനായിരുന്നില്ലേ രണ്ടുപേരും, പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് ഡോക്ടർ. അന്ന് അതേ സംഭവമാണ് എല്ലാത്തിനും കാരണമെന്ന് ശ്യാമ. കുട്ടികളാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഡോക്ടർ. അതെ, ലോകത്തിന് മുന്നിൽ പപ്പിയന്റെയും രോഹിത്തിന്റെയും മകളാണ്. പക്ഷേ സത്യ രണ്ടാമത്തെ കുഞ്ഞ് സത്യയെക്കുറിച്ച് അറിയാമായിരുന്നില്ല വിഷ്ണുവിനോ വിഷ്ണുവേട്ടനോ സത്യാമ്മയ്ക്കോ. സത്യയുടെ ജനന തീയതി പറഞ്ഞാൽ പപ്പിയെ പറ്റിയുള്ള രഹസ്യം വെളിപ്പെടുമെന്ന് കരുതിയാണ് ആ കാര്യം മറച്ചു വെച്ചത്. ഇപ്പോൾ സത്യാമ്മ കരുതിയിരിക്കുന്നത് സത്യ മറ്റാരിലോ കുഞ്ഞേച്ചിക്ക് ജനിച്ച കുഞ്ഞാണ് എന്നാണ് എന്ന് ശ്യാമ പറയുമ്പോൾ ഡോക്ടർ പറയുന്നു, അപ്പോൾ നിനക്കൊരു ജീവിതം ഉണ്ടായപ്പോൾ ശാലിനിക്ക് സ്വന്തം ജീവിതം ബലിയഴിക്കേണ്ടി വന്നു അല്ലേ? അതെ, സത്യത്തിൽ അതാണ് സംഭവിച്ചത് എന്ന് ശ്യാമ. സത്യാമ്മയ്ക്ക് ശാലിനി ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞത്? വിഷ്ണു വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു. പിന്നെ രണ്ട് കുട്ടികളുടെയും ബർത്ത്ഡേ ഫംഗ്ഷൻ എങ്ങനെയാണ് ഒന്നിച്ച് നിങ്ങളുടെ വീട്ടിൽ വെച്ച് നടത്തിയതെന്ന് ഡോക്ടർ ചോദിച്ചു. വിഷ്ണുവേട്ടൻ്റെ വിവാഹം കഴിഞ്ഞെന്ന് പറയുന്നെങ്കിലും അതിൽ കുറച്ച് ദുരൂഹതയുണ്ട്. അങ്ങനെ ഒരു വിവാഹം നടന്നു എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് ശ്യാമ. എന്തൊക്കെയാ കുട്ടി നിങ്ങൾ ഈ പറയുന്നത്? അങ്ങനെ വെറുതെ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുമോ, അതും വിഷ്ണുവിനെ പോലൊരാള് എന്ന് ഡോക്ടർ പറയുമ്പോൾ ശ്യാമ പറയുന്നു, അത് കണ്ടെത്താൻ ഞങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ. ആ പെൺകുട്ടിയെ സംബന്ധിച്ച് കുറച്ച് ദുരൂഹതകളുണ്ട്. കുഞ്ഞേച്ചിയുടെ ഏറ്റവും വലിയ ശത്രുവായും അവൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് ശ്യാമ പറയുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നു, സുസ്മിതയാണോ എന്ന്. സുസ്മിത ഇപ്പോൾ ജയിലിലാണ്. അവളുടെ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയാം മധുശ്രീ എന്ന് ശ്യാമ പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.